പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കണ പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ്, അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എന്താർക്കും ഓരോരുത്തർ അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിന്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വശക്തൻ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുകയാണ്. നിങ്ങളിത് സഹായിക്കുമെന്ന് എനിക്കറിയാം. അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ട് വരുന്നതിൻ്റെ വഴി എന്താണ്? വിശ്വാസമാണ്. വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസ്നേഹം വർദ്ധിക്കണം. നമ്മൾ ഇന്നലെ കണ്ടു. ആ ദൈവസ്നേഹം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും. അപ്പോൾ വിശ്വാസത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരൂപികളെക്കുറിച്ച് നമ്മൾ അനുദപിക്കേണ്ടി വരും. ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരുന്നത്. മർക്കോസിന്റെ 1:14-15 എടുത്തേ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ
യോഹന്നാൻ ബന്ധാസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിക്കുകയാണ്. ഈ ദൈവരാജ്യവും ഇനിയിപ്പോ ഇതുമായി കണക്ഷനുള്ള ഏതാണെന്ന് നോക്കിയേ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ പറയണത് അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയണത്. അത് വളർച്ച ഒരു ഘട്ടങ്ങൾ ഉണ്ടാവും. മർക്കോസിന് 4:26 വായിച്ച്. അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യം ഇല. ദൈവരാജ്യം നമ്മൾ വളരുന്ന രീതി കണ്ടില്ലേ? വിശ്വാസ വളർച്ച അനുസരിച്ചാണ് ദൈവരാജ്യം വളർന്നു വരണത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം ഇല, പിന്നെ കതിർ. രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ട് വിശ്വാസ വളർച്ചയുടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പിന്നെ കതിർ. തുടർന്ന് കതിരിൽ ധാന്യമണികൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയില് അത് ഇലയുണ്ട്, പിന്നെ കതിരുണ്ട്, പിന്നെ കതിർ നിറച്ച് ധാന്യമണികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു വിശ്വാസത്തിന് വളർച്ചയിൽ നിന്നാണ് നമ്മൾ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത്. ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. അതൊക്കെ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ മുന്നോട്ട് പോകണമല്ല പ്രശ്നം, വളരാതെ പറ്റത്തില്ല. അപ്പോൾ വളർച്ച കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കണം. അതൊരു മെയിൻ സംഭവമാണ്. ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ, പരസ്നേഹത്തിൽ വളർത്തണമേ, അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
കൈവിടുമോ അമ്മ മറന്നാലും ഞാൻ നിന്നെ കൈവിടുമോ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിൽ വരുന്നൊരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഓരോ കേസ് ഡയറി പരിശോധിച്ചാലും മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വസ്തത പാലിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാഗ്ദാനം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ ചെയ്യാം. അവിടെ ആ മേഖലയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഇതിന് സ്പേസ് ഓഫ് ഗോഡ് എന്ന് പറയും. ഇപ്പോൾ ഇവളൊരു ഡേറ്റ് ഇട്ടിച്ച് അത് ഇപ്പോൾ 9 കൊല്ലം മക്കളില്ലാഞ്ഞ ആളാണെന്ന് ഓർക്കണം. 9 കൊല്ലം മക്കളിരുന്ന ആളിനെ ഇവർ പറയണ ഒരു മെയ് മാസം തന്നെ പ്രഗ്നൻ്റ് ആകണമെങ്കിൽ ഇവൾക്ക് പറ്റുമോ? ഇവൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ദൈവം തന്നെ ചെയ്യേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു ദൈവ സ്പേസ് ഉണ്ട്. ഇതിനെ മാനേജ് ചെയ്യാൻ സാധാരണ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല, എക്സെപ്റ്റ് കവനൻറ്റ്. അതാണ് എന്തുകൊണ്ട് വൈ ഷുഡ് ടേക്ക് കവനൻറ്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന ചില അപൂർവ കാര്യങ്ങളുണ്ട്. അവിടെ നമുക്കൊന്നും ചെയ്യാം, നമ്മളവിടെ നിസ്സഹായരാണ്. ഇപ്പോൾ ഇവർ മെയ് മാസം പറഞ്ഞു. ആ മെയ് മാസം ചിലപ്പോൾ ഒക്ടോബർ ആഴ്ച, മെയ് മാസം ജൂണായി കഴിഞ്ഞാൽ ഇവിടെ IVF എടുക്കേണ്ടി വരും, സംശയമില്ല കാര്യത്തിൽ. അപ്പം അവിടെ സമയത്തിന് മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ? അതെന്താ സമയത്തിന് മേൽ അധികാരമാണ് കാണുന്നത്. മെയ് മാസം ഇവളെ കുറിച്ച് കൊടുത്ത ഡേറ്റാണ്, അല്ല മാതാവ് കുറിച്ച് കൊടുത്ത ഡേറ്റ് അല്ല. മെയ് മാസം ഇച്ഛായ മെയ് മാസം അമ്മയുടെ ദിവസമാണ്. മെയ് മാസം ഒന്ന് കഴിയട്ടെ, മെയ് മാസത്തിൽ അമ്മ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെ പ്രത്യാശിക്കാനേ പറ്റത്തുള്ളൂ. ചെയ്യേണ്ടതാരാണ്? ദൈവമാണ്. അപ്പം ദൈവത്തിന് മാത്രം ഇറങ്ങി നിന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവം തന്നെ ചെയ്യണം. അപ്പം അതിന് ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സത്യസന്ധരും പ്രയോജനമുള്ള ദാസന്മാരെ മാറണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങള് ദൈവം ചെയ്യുന്നതിനായി ഉടമ്പടി പ്രകാരം എൻ്റെ ജീവിതത്തെ സുവിശേഷ വിഹിതമായി പുനർക്രമീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി. എയിലിൻ കോട്ടയം എന്നും പറഞ്ഞ് ഒരു ജർമ്മൻ വിദ്യാർത്ഥിയാണ്. ഇവിടുന്ന് ജർമ്മനിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇവർക്ക് ജന്മന കേൾവി 25% ഇല്ല. ജന്മന കേൾവി 25% ഇല്ല. ആ ടെസ്റ്റ് ചെയ്തതാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ കൂട്ടുകാർക്ക് എല്ലാവരും വീട്ടുകാർക്ക് അറിയാം ഇവർക്ക് പകുതി കേൾവിയേ ഉള്ളതെന്നറിയാം. അപ്പോൾ ഇവരെല്ലാം ധരിച്ചിരിക്കണ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വാക്സ് വരും ചെവിയിൽ നിന്ന് എപ്പോഴും. അപ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. 6 മാസം കൂടുമ്പോൾ വാക്സ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കേൾവി ഉണ്ടല്ലോ. അപ്പോൾ അവൾ വിചാരിക്കും ക്ലീൻ ചെയ്ത കൊണ്ടാണ് കേൾക്കണമെന്ന് വിചാരിക്കും. ചെറിയ കേൾവി ഉണ്ട്, 75% കേൾവി ഉണ്ട്, ഫുള്ളായിട്ട് കേൾവിയില്ല. അപ്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിങ്ങനെ ചെവിയും കൊണ്ട് ഇരണ്ടി വരും. ചെറിയ ശബ്ദം കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ജന്മമാണ്, ഒരു ജീവിതമാണ്. അപ്പം അത് ഈ വാക്സ് ക്ലീൻ ചെയ്തിട്ടും പിന്നെ കേൾവി അത്ര മെച്ചപ്പെടാതെ ാണ് ഇവൾ ടെസ്റ്റ് ചെയ്യണത്. ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിക്കുമ്പോഴാണ് പറയണത് 20% കേൾവിയുള്ളൂ എന്ന് പറയും. അത് പിന്നെ ഇതിൻ്റെ സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു സിസ്റ്റുണ്ട് തലയിൽ, ചെവിഞ്ഞരമ്പിന് കർണഞരമ്പിന് സിസ്റ്റുണ്ട്. പിന്നെ അത് സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന എന്തോ ഒരു ബ്രെയിനിൽ എന്തോ ഒരു വിഷയമുണ്ട്. അത് ഓപ്പറേഷൻ കൊണ്ടും ശരിയാകണത് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ പാതി കേൾവിയും കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജർമ്മനിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ചികിത്സക്ക് പിന്നെ ഒരു ചികിത്സ എടുത്തിട്ട് പിന്നെ ലീവിന് പോയപ്പോൾ ചികിത്സ എടുക്കുമല്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. ഒരു കേസ് സ്റ്റോറി എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ദൈവം എങ്ങനെയാണ് ഈ ഉടമ്പടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നും സ്റ്റിയർ ചെയ്യണമെന്നും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉടമ്പടിക്കാരെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളും വീണ്ടും പഴയ ആൾക്കാരായിട്ടല്ല ജീവിക്കണത്, ശ്രദ്ധയില്ലാതെയാണ് ജീവിക്കണത്. പലപ്പോഴും രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യല്, സന്ധ്യക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്, പല രോഗികളൊക്കെ കണ്ട് കുറച്ച് പത്രമൊക്കെ കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ സാധാരണ 50% അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞു. സോണി എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കേ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു വന്ന് എന്നോട് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊക്കെ എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് നോക്കിക്കോളുമെന്ന്. അങ്ങനെ 2020 മാർച്ചിലായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എഗ്രിമെൻ്റ് വെച്ചിരുന്നത് വീടിൻ്റെ സ്ഥലത്തിൻ്റെയും. എന്നിട്ടും എനിക്ക് 12 ലക്ഷം രൂപ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ബ്രദറിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് മാർച്ച് 25 രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോക്കോ, മാർച്ച് 20 മുമ്പ് നിനക്ക് പൈസ നിന്റെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ മരുമകളുടെ വീട്ടുകാരാണ് എനിക്ക് ആ പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാം എന്നെ സഹായിച്ചിരുന്നു ആ വീട് സ്ഥലവും മേടിക്കാൻ വേണ്ടി. മാതാവിനോട് 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. എൻ്റെ കുഞ്ഞിനെ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നീറ്റ് എക്സാം എഴുതുക
ഐക്കറി എഴുതി. അവളുടെ ആഗ്രഹം മെഡിസിൻ ആയിരുന്നു. അമ്മ തീരുമാനിച്ചത് അവൾക്ക് അഗ്രികൾച്ചറായിരുന്നു. അവൾക്ക് മെറിറ്റിൽ തന്നെ അഗ്രികൾച്ചറിന് കിട്ടി. ഇപ്പോൾ അവൾ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു, 2ാം വർഷം. അതുപോലെ 2015 എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നതാ. ഇന്നലെ ഞങ്ങൾക്ക് പട്ടയത്തിനുള്ള ഓർഡർ കിട്ടി. അതുപോലെ എൻ്റെ കയ്യിൽ 3 വർഷമായിട്ട് ചൊറിച്ചിലായിരുന്നു, കൈയുടെ ഈ മുട്ടിന് താഴെ മാത്രം. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ആദ്യ സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. 2020 നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് തൈലം കിട്ടി. അന്ന് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തേച്ച് എൻ്റെ കയ്യിലെ ചൊറിച്ചിൽ മാറുകയും ചെയ്തു. അമ്മേ മാതാവേ, 1000 നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 2017 മുതൽ ഞാൻ പാലായിലാണ്, പാലാ സ്വദേശിയാണ്, പാലാ കുരുവിനാൽ ഇടവക്കാരനാണ്. 2017 ജൂലൈ മുതൽ ഉടമ്പടിയിലുള്ളയാളാണ്. ഞാനിവിടെ സാക്ഷ്യം പല പ്രാവശ്യം എഴുതി കൊടുക്കുകയും പറയുകയും. എൻ്റെ പേര് ജോസ്. ഞാൻ ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി ആരുടെ സഹായമില്ലാതെ എല്ലാവരും എതിർപ്പായിരുന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടി തിരികെ വന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, രോഗസൗഖ്യമൊക്കെ ഉടമ്പടിത്തേലെ കൊണ്ടുപോയി പെരട്ടമ്പടിയെ സൗഖ്യപ്പെടുന്ന അനേക സൗഖ്യങ്ങളും അനുഭവങ്ങളും കൂടപ്പുറപ്പായിട്ട് എന്നുമുണ്ട്. അതൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പം 2 സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് അവസാനം പറയാനിരിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛന് സ്ട്രോക്ക് വന്നു പെട്ടെന്ന്. 6 മണിക്കൂർ ആരും കാണാതെ കിടന്നു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു രക്ഷയില്ല, ഇനി മരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഞാൻ ആ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ച് ഞാൻ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അച്ഛൻ ആദ്യം പറഞ്ഞത് ഉടമ്പടി തൈലം കൊണ്ടുപോയി നീ പുരട്ടുക. അത് കഴിഞ്ഞ് അച്ഛനോടൊന്ന് ആശീർവദിച്ചിട്ട് അച്ഛൻ തന്നെ പുരട്ടാനും പറഞ്ഞു. അച്ഛൻ്റെ ഒരു കൈക്ക് കുഴപ്പമില്ലായിരുന്നു പുരട്ടാൻ. അച്ഛൻ തന്നെ അങ്ങനെ പുരട്ടി 2 തവണ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ വിശ്രമ ജീവിതമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി, സംസാരിക്കാൻ അല്പം തടസ്സമുണ്ടായിരുന്നു, നടക്കാനൊട്ടും പറ്റുകയില്ലായിരുന്നു, പരസഹായം വേണമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി പിതാവ് വികാരി സ്ഥാനത്തോട് കൊടുത്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അതുപോലെ എനിക്കൊരു കടമുണ്ടായിരുന്നത്, ഒരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ട് എഴുതി തന്നില്ല, കളിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ വന്ന കടം ഇങ്ങനെ കൂടിക്കൂടി ഒത്തിരി 10-30 ലക്ഷം രൂപയായി. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. എല്ലാ പ്രാവശ്യവും പുതുക്കുമ്പോൾ നിയോഗം വെക്കും. അച്ഛനെ പല പ്രാവശ്യം കാണാൻ പറ്റി കഴിഞ്ഞ വർഷം വരെ. അതെല്ലാം കുറച്ച് 33 ലക്ഷം ആയത് വെറും 7.5 ലക്ഷം രൂപയിലായി. അതും ഗഡുക്കളായിട്ട് അടച്ച് അതും തീർത്തു. ഏറ്റവും ചുരുക്കി പറയുകയാണ്, സമയം കളയാതെ പറഞ്ഞാൽ തീരുകയാണ്. അതുപോലെ പറയാനുണ്ട്. മറ്റനേകം രോഗസൗഖ്യത്തിൻ്റെ കാര്യം, എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അന്നേരം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ നടക്കാറുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇന്നും 2 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി അടുപ്പിച്ചിട്ടുണ്ട്. പുതുക്കാല് മിക്കവാറും മാസത്തിലൊന്നുകൂടെ വരുന്നതാണ്. ഈശോയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ആലിസ് വർഗീസ്. ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അപ്പം 2020 ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. വീട്ടിൽ വെച്ച് ആയിരുന്നു, പക്ഷേ അത് അത്രയും സിവിയർ ആയിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും ഉടമ്പടി തൈലം നെഞ്ചിലും പുറത്തും കുരിശ് വരച്ച് തടവിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ, ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മുംബൈ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ 2.5 മണിക്കൂർ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് 2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ലക്കിയായിട്ടുള്ള ആൾക്കാരാണ്. കാരണം വളരെ ഒരു മിറക്കിളാണ് സംഭവിച്ചത്. കാരണം ഈ 2.5 മണിക്കൂർ
ബൈ റോഡ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കായിരുന്നു, ആൾ കൈവിട്ട് പോയേനെ. പക്ഷേ യാതൊരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിയത് തന്നെ വളരെ വലിയ മിറക്കിളാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ മൂത്ത മകന് കുടുംബവും അമേരിക്കയിലാണ്. അവർക്ക് ഈ കൊറോണ വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയ്ക്കും 2 മക്കൾക്കും കൊറോണ വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി. കാരണം ഞങ്ങൾക്ക് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ.